ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിൽ സ്നേഹമുള്ളവരെ, ഇന്ന് ധനഹ തിരുനാൾ. തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. പൗരസ്ത്യ സഭകൾ യേശുവിൻ്റെ ജ്ഞാനസ്നാനവുമായി ബന്ധപ്പെട്ടാണ് ധനഹ തിരുനാൾ ആഘോഷിക്കുന്നത്. ധനഹ തിരുനാൾ, രാക്കുളി തിരുനാൾ, പിണ്ടികുത്തി തിരുനാൾ, പ്രത്യക്ഷീകരണ തിരുനാൾ, അങ്ങനെ പല രീതിയിലാണ് ഈ തിരുനാൾ പല ഭാഗങ്ങളിലും ആഘോഷിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യം, ദൈവത്തിൻ്റെ ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരികയും സ്വർഗത്തിൽ നിന്നും ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരമുണ്ടാവുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചത്. നാം ദൈവമക്കളാണ്. സ്നേഹമുള്ളവരെ, ദൈവമക്കളായ നാം ദൈവമക്കൾക്കനുസരിച്ച് ജീവിതമാണോ നയിക്കുന്നതെന്ന് ഈ പുതുവർഷത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. തിരുത്തുവാനും മാറ്റുവാനും നമുക്കുള്ളത് തിരുത്തുവാനും മാറ്റുവാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവമക്കൾക്ക് യോഗ്യമായ രീതിയിൽ നല്ല ഒരു ജീവിതം നയിക്കുവാൻ എല്ലാവർക്കും പരിശ്രമിക്കാം. തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.